നോക്കാൻ പോകുന്ന പോർഷൻ പാർട്ട് ഇൻ ടൈംസ്. നമുക്ക് പ്രോബ്ലം നോക്കാം. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liter of water. 4 such bottle of water is poured into a jar. How much water is there in the jar? അതായത് ഒരു ബോട്ടിൽ ഉൾക്കൊള്ളുന്ന വാട്ടറിന്റെ അളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 1.5. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതായത് വാട്ടർ ഇൻ 1 ബോട്ടിൽ, ഒരു ബോട്ടിലെ വാട്ടറിന്റെ അളവ് എത്രയാണ്? 1.5. ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2. ഇതാണ് ഒരു ബോട്ടിലെ വാട്ടർ. ഇത് എങ്ങനത്തെ രൂപത്തിലാണ് തന്നിരിക്കുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലേ. അപ്പം നമുക്ക് ഇതിനെ എന്താക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? ഈ 1/2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു 2 into 1, 2 into 1, അതായത് ഈ ഡിനോമിനേറ്ററിലെ നമ്പർ ഇൻറ്റു ദിസ് 1 പ്ലസ് ഇവർ തമ്മിൽ പ്ലസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് +1 ഡിവൈഡഡ് ബൈ 2, അതായത് 2 into 1 + 1 ഡിവൈഡഡ് ബൈ 2. എന്ത് വരും? 2 into 1 എത്രയാണ്? 2 + 1 ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടും ആൻസർ? 2 + 1 എന്താണ്? 3. 3 ഡിവൈഡഡ് ബൈ 2. 3 liters ഓഫ് വാട്ടർ ആണ് എന്ത്? ഒരു ബോട്ടിലിൽ ഹോൾഡ് ചെയ്യുന്ന വാട്ടർ. അതേപോലത്തെ 4 ബോട്ടിലുള്ള വാട്ടർ എന്ത് ചെയ്യാണ്? ഒരു ജാറിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജാറിലുള്ള വെള്ളത്തിന്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ വാട്ടർ ഇൻ 4 സച്ച് ബോട്ടിൽസ് എത്രയാണ്? 4 into ഒരു ബോട്ടിൽ എത്രയാണ്? 3/2. എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ കണ്ടുപിടിക്കാം? 4 into 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4 into 3 എത്രയാണ്? 12. 12 ഡിവൈഡഡ് ബൈ 2 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 6 liters. ടോട്ടൽ അളവ് എത്രയാണ്? വാട്ടർ എത്രയാണ്? 6 liters. ക്ലിയർ ആയോ? അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ ഒക്കെ വന്നിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ. 1.5 meters ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട്. അതായത് ഒരു ഷർട്ട് തയ്ക്കാൻ എത്ര വേണം? 1.5 meter ഓഫ് ക്ലോത്ത് വേണം. ഹൗ മച്ച് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 5 such ഷർട്ട്. അതായത് 5 ഷർട്ട് തുന്നാനായിട്ട് എത്ര മീറ്റർ ഓഫ് ക്ലോത്ത് വേണം എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ക്ലോത്ത് നീഡഡ് ഫോർ 1 ഷർട്ട്? ഒരു ഷർട്ട് തയ്ക്കുന്നതിനായിട്ട് എത്ര ക്ലോത്ത് വേണം? 1/2. ഈ 1/2 എന്ന് പറഞ്ഞ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/2 അല്ലേ? 2 into 1, 2 + 1 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 meters. ഇനി എന്ത് കണ്ടുപിടിക്കണം? അതേപോലത്തെ 5 ഷർട്ട് തയ്ക്കണമെങ്കിലുള്ള ക്ലോത്തിന്റെ അളവ്. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിക്കാം? ക്ലോത്ത് നീഡഡ് ഫോർ 5 ഷർട്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? 5 into നമുക്ക് എത്രയാണ് ഒരെണ്ണത്തിന്റെ കിട്ടിയത്? 3/2. എത്ര കിട്ടും? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 5 into 3/2 ഈക്വൽ ടു എന്ത് വരും? 15/2. ഈ 15/2 നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര മീറ്റർ ആണ് 5 ഷർട്ട് തയ്ക്കാൻ വേണ്ടത്? 15/2 meters ഓഫ് ക്ലോത്ത്. ക്ലിയർ ആയോ? അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ? എ മാൻ വാക്സ് 1.5 kilometer in 1 hour. ഒരു മനുഷ്യൻ ഒരു അവറിൽ 1.5 കിലോമീറ്ററോളം നടക്കും. ഹൗ മെനി kilograms does he walk in 1.5 hour at this speed? ഇതേ സ്പീഡിൽ ആൾ നടക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ്, ആൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻ 1 hour നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5, അതായത് 1.5 kilometer. ഇതിനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ എങ്ങനെയാണ്? 1/2 എത്രയാണ്? 3/2. എങ്ങനെയാണ് അത് കിട്ടിയിരിക്കുന്നത്? 2 into 1 + 1. അങ്ങനെയാണ് ഇവിടെ 3 വന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 2. അതായത് 3/2 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ ആ മനുഷ്യൻ കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇൻ 1.5 hour, അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ ആൾ എത്ര ട്രാവൽ ചെയ്യുന്നു? എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 into 3/2. നമുക്കറിയാം 1/2 എത്രയാണ്? 3/2 into 3/2. ഇവിടെ എന്താണ്? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3 എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 2 into 2 എത്രയാണ്? 4. ഇവിടെ നോക്കിക്കേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൽ 4ൽ 9 പോർഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാലോ. അതിനെന്ത് ചെയ്യണം? 9 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 2 into 4 8 1. ഓക്കെ,
ഇതിന് നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിൽ എഴുതാം? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എഴുതാം 2, റിമൈൻഡർ എത്രയാണ് 1, ഡിവൈഡഡ് ബൈ ഡിവൈസർ എത്രയാണ് 4. അപ്പോൾ എത്രയാണ് 2/1/4 കിലോമീറ്റർ ആണ് അദ്ദേഹം 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ ചെയ്യാൻ? കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്, ശ്രദ്ധിച്ച് കണക്കൊന്നും തെറ്റാതെ നമുക്ക് തന്നിരിക്കുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പ്രോബ്ലം ചെയ്യാൻ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. റോണി ഹാസ് 36 സ്റ്റാമ്പ്സ്. റോണിയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്? 36 സ്റ്റാമ്പ് ഉണ്ട്. സഹീറ സേസ് ഷി ഹാസ് 2/1/4 ടൈംസ് ആസ് മച്ച്. സഹീറ പറയാണ് അവളുടെ കയ്യിൽ 2/1/4 കൂടുതലാണെന്ന്. റോണിയുടെ കയ്യിലുള്ളതിനേക്കാളും 2/1/4 കൂടുതലാണ്. ഹൗ മെനി സ്റ്റാമ്പ്സ് ഡസ് ഷീ ഹാവ്? അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ടാവും? എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം റോണിയുടെ നോക്കാം. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് റോണി. എത്രയാണ്? റോണിയുടെ കയ്യിൽ എത്രയുണ്ട്? 36 സ്റ്റാമ്പ്സ് ഉണ്ട് അല്ലേ? സഹീറയുടെ കയ്യിൽ എത്ര കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2/1/4. അതായത് നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് സഹീറയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? സഹീറയുടെ കയ്യിൽ 2/1/4 ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കൂടുതലാണ്. ടൈംസ് ഓഫ് 36. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 36 ഇൻറ്റു 2/1/4 ഈക്വൽ ടു 36. ഇതിനെ നമുക്ക് എന്താക്കണം? മിക്സ്ഡിനെ നമുക്ക് എന്താക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇൻറ്റു 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 പ്ലസ് 1 എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4. ക്ലിയർ ആയോ? അതായത് 36 ഇൻറ്റു 9/4. 36 ഇൻറ്റു 9 എത്രയാണ്? 324. കിട്ടിയോ ആൻസർ? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 36 ഇൻറ്റു 9 324 വരും. ഡിവൈഡഡ് ബൈ 4 ആൻസർ എത്ര വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 324നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 81. ക്ലിയർ ആയോ? ആൻസർ കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ എത്ര സ്റ്റാമ്പ്സ് ഉണ്ട് നമ്മുടെ സഹീറയുടെ കയ്യിൽ? 81 സ്റ്റാമ്പ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ ഫോളോവിങ്. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് 4 ടൈംസ് ഓഫ് 5 1/3. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? 4 ഇൻറ്റു 5 1/3. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം? 4 ഇൻറ്റു ഇനി 5 1/3 നമുക്ക് പ്രോപ്പർ ആക്കണം അല്ലേ? 3 ഇൻറ്റു 5 എത്രയാണ്? 15 പ്ലസ് 1 എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആയോ? ഇനി എങ്ങനെ ചെയ്യാം? 4 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 3. 4 ഇൻറ്റു 16 എത്രയാണ്? 64 ഡിവൈഡഡ് ബൈ 3. എത്ര വരും? ഈ 64നെ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 2 ഇൻറ്റു 3 6 കിട്ടി. 4 എത്ര വരും? 1 ഇൻറ്റു 3 1. എത്ര കിട്ടും നമുക്ക്? 21 1/3. കിട്ടിയോ എല്ലാവർക്കും? പ്രോപ്പർ ഫ്രാക്ഷനും മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 1/3 ആണ് ഫസ്റ്റത്തെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ആൻസർ എന്താണ്? 4 1/3 ടൈംസ് ഓഫ് 5. അതെങ്ങനെ കണ്ടുപിടിക്കാം? 4 1/3 ഇൻറ്റു 5 എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? മിക്സ്ഡിനെ നമുക്ക് എന്താക്കണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? 3 ഇൻറ്റു 4 എത്രയാണ്? 12. 12 പ്ലസ് 1 എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 13 ഇൻറ്റു 5/3 ഈക്വൽ ടു 13 ഇൻറ്റു 5 എത്രയാണ്? 65 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 65 ഡിവൈഡഡ് ബൈ 3. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 65 ഡിവൈഡഡ് ബൈ 3 കിട്ടുമ്പോൾ 2 ഇൻറ്റു 3 6 0 5 1 2 2. എത്ര കിട്ടി നമുക്ക് ആൻസർ? 21 2/3. അപ്പോൾ 4 1/3 ടൈംസ് ഓഫ് 5 എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 21 2/3 പോർഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതേപോലെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ ആദ്യം പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൻ്റെ പോർഷൻസ് ഫ്രാക്ഷൻസ് എങ്ങനെ വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഇതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ ആൻസർ എഴുതും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ? ഫ്രാക്ഷണൽ ഏരിയ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 cm ആൻഡ് ബ്രെഡ്ത്ത്
3 സെന്റിമീറ്റർ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ. എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്റർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? 5 × 3 = 50 സെന്റിമീറ്റർ. വളരെ സിമ്പിളായിട്ട് 50 സ്ക്വയർ സെന്റിമീറ്റർ. സിമ്പിളായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഫ്രാക്ഷനിൽ വരാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കുക എന്നൊന്ന് നോക്കിയാലോ? ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ദെയർ ഏരിയാസ്. ഇവിടെ നമുക്കൊരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ലെങ്ത് എന്തായിരിക്കും? 4/1/2 സെന്റിമീറ്റർ. അതായത് 4/1/2 നമുക്ക് എന്താക്കണം? ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2 × 4 + 1 എത്ര വരും? 9/2 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 3/1/4. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 × 4 എത്രയാണ്? 12. 12 + 1 എത്രയാണ്? 13. 13/4 സെന്റിമീറ്റർ. ഇനി നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 9/2 × 13/4 എത്ര കിട്ടും? 9 × 13 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 117/2 × 4 എത്രയാണ്? 8. അപ്പോൾ എത്ര കിട്ടും ആൻസർ? നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ എത്ര കിട്ടും? 14/5/8 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഫ്രാക്ഷണൽ രീതിയിലാണ് തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 and 1/4 അല്ല, ഇവിടെ 1/2 ആണ്. ഓക്കെ, അപ്പോൾ 1 സൈഡ് എത്രയാണ്? 1 സൈഡ് ഓഫ് സ്ക്വയർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1/2 മീറ്റർ അല്ലേ? ഈ 1/2 മീറ്ററിനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ എത്ര കിട്ടും? 2 × 1 2 + 1 3/2 മീറ്റർ. അപ്പോൾ 1 സൈഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. അതായത് ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3/2 × 3/2 എത്ര കിട്ടും? 3 × 3 എത്രയാണ്? 9. 2 × 2 എത്രയാണ്? 4. ഈ 9/4 നമുക്ക് ഇനി എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണം. അപ്പം 9/4 ചെയ്യുമ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ വരും? 2/1/4 സ്ക്വയർ മീറ്റർ. ഏരിയ കണ്ടുപിടിച്ചില്ലേ? എത്രയാണ്? 2/1/4 സ്ക്വയർ മീറ്റർ. ക്ലിയർ ആയോ? ഇനി വേറൊരു പ്രോബ്ലം നോക്കിയാലോ? നോക്കിക്കേ, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 14 മീറ്റേഴ്സ്. സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ, സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എങ്ങനെയാണ്? സ്ക്വയറിന്റെ പെരിമീറ്റർ 4 × ഒരു സൈഡ്. ഒരു സ്ക്വയറിന് 4 സൈഡുകളാണുള്ളത്. അപ്പോൾ 4 × 1 സൈഡ് എന്ന് പറയുന്നതാണ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 14 മീറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 സൈഡ് എത്ര വരും? ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? 14/4. ഈ 14/4നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് ചെറിയൊരു ഫ്രാക്ഷനിലേക്ക് ആക്കാം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാം? നോക്കിക്കേ, 2ന്റെ ടേബിൾ നമുക്ക് കട്ട് ചെയ്തൂടെ? എത്ര വരും? 7 × 2 എത്രയാണ്? 14/2 × 2 എത്രയാണ്? 4. അപ്പോൾ എത്ര കിട്ടി? 1 സൈഡ് എത്രയാണ്? 7/2. ഫ്രാക്ഷൻ രൂപത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 1 സൈഡ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൈഡ് ഇൻറ്റു സൈഡ്. അതായത് ഒരു സൈഡ് എത്രയാണ്? 7/2. അപ്പോൾ 7/2 × 7/2 = 7 × 7 = എത്ര വരും? 49 ഡിവൈഡഡ് ബൈ 2 × 2 4 എത്ര വരും? 49/2. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എത്രയാണ് കിട്ടുന്നത്? 12 and 1/4 സ്ക്വയർ മീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനും സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ലെറ്റ്സ് ട്രൈ. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്?
ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതേപോലെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 2 × L + B. ഇതാണ് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. ബാക്ക് ആൻഡ് ഫോർത്ത്. A small jar can hold 2 liters of water and a large jar 6 liters. So the large jar can hold 3 times as much as small one. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു സ്മോൾ ജാർ, ഒരു ലാർജ് ജാർ വരച്ചിരിക്കുകയാണ്. ചെറിയ ജാറിൽ 2 liters ഓഫ് വാട്ടർ കൊള്ളും, വലിയ ജാറിൽ 6 liters ഓഫ് വാട്ടർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 6/2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 ലിറ്ററിൻ്റെ 3 ഇരട്ടിയാണ് എന്ത്? 3 ടൈംസ് ആണ് എന്ത്? 6 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ചെറിയ ജാറിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് എവിടെ കൊള്ളുന്നത്? വലിയ ജാറിൽ കൊള്ളുന്നത്. അതേപോലെ തന്നെ ഈ വലിയ ജാറിൻ്റെ 1/3 ടൈംസ് ആണ് എന്ത്? ചെറിയ ജാറിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. നോക്കിക്കേ, എ പംകിൻ ഈസ് കട്ട് ഇൻറ്റു 3 ഈക്വൽ പീസ്. അതായത് ഒരു പംകിൻ 3 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്യാണ്. 2 പീസസ് ടുഗദർ വിത്ത് വെയ്റ്റ് 1 കിലോഗ്രാം. അതായത് 2 പീസ് കൂടി കൂട്ടിച്ചേർത്തപ്പോൾ എത്രയായി? 1 കിലോഗ്രാം ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ഓൾ പംകിൻ? ആ പംകിൻ്റെ മൊത്തം വെയ്റ്റ്. അപ്പോൾ ആ പംകിന് 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെയ്റ്റ് ഓഫ് 2 പീസ് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം? വെയ്റ്റ് ഓഫ് 1 പീസ്. ഒരു പീസിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചോടെ എത്ര വരും? 1/2. ഈ 1 kgയുടെ ഹാഫ്, അതായത് ഹാഫ് kg ആണ് ഒരു പീസിൻ്റെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ പംകിൻ്റെ വെയിറ്റ്, വെയിറ്റ് ഓഫ് പംകിൻ, ടോട്ടൽ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വെയിറ്റ് ഓഫ് പംകിൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പംകിനെ 3 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ 3 × ഒരു പീസിൻ്റെ വെയിറ്റ് എത്രയാണ്? 1/2. എന്ത് വരും? 3 × 1/2 = 3/2 kg. ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 3/2 കിലോഗ്രാം. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം? There are 3 pieces of ribbon. 2 of the pieces and half the third pieces laid end to end make 1 meter. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ 3 പീസ് ഓഫ് റിബൺ ഉണ്ട്. ഓക്കെ, ആ റിബണിലെ 2 ഓഫ് ദ പീസസ്, 2 പീസും എടുത്തു. പിന്നെ എന്തെടുത്തു? ഹാഫ് ഓഫ് ദ തേർഡ് പീസ്, ഈ 3ാമത്തെ പീസിന്റെ പകുതിയാണ് എടുത്തത്. എന്നിട്ട് അത് കൂട്ടിച്ചേർത്തപ്പോൾ എത്ര കിട്ടിയെന്നാണ് പറയണേ? 1 മീറ്റർ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പീസ് ഇൻ സെന്റിമീറ്റർ? എന്ത് ചെയ്യണം? ഒരു പീസിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കണം? സെന്റിമീറ്റർ അളവിൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. 1 പീസും പ്ലസ് 1 പീസ്, പിന്നെ എന്ത് ചെയ്തു? മറ്റേതിൻ്റെ ഹാഫ് പീസ് അല്ലേ? 3ാമത്തെ റിബണിൻ്റെ ഹാഫ് പീസും കൂടി എടുത്തപ്പോൾ അവർക്ക് എത്ര കിട്ടി? 1 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, 1 + 1 + 1/2 വന്നപ്പോൾ എത്ര കിട്ടി? 1 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് ഇവിടെ? 1 + 1 2 and half അല്ലേ? 2 and half പീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷനിൽ എഴുതാം? 2 × 2 4, 4 + 1 5/2 മീറ്റർ. ഈ 5/2 പീസിനെയാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 1 മീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 പീസിന്റെ ലെങ്ത് സെന്റിമീറ്ററിൽ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളുടെ ഈ 5/2 പീസിനെ വിത്ത് ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് 2/5 എന്ന് പറയുന്നത് എത്രയാണ്? 1. അതായത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമ്മൾ ആ റിബണിനെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 5ന്റെ റെസിപ്രോക്കൽ, അതായത് 5/2ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2/5. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് എന്ന് പറയുന്നത് എന്താണ്? ഓഫ് 1 പീസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 × 2/5 അല്ലേ? അതായത് എത്ര വരും? 2/5 മീറ്റർ. ഇനി ഈ മീറ്ററിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ആക്കണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ആക്കണം. എങ്ങനെ കൺവേർട്ട് ആക്കാം? 2/5 × സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ആക്കാൻ എന്ത് ചെയ്യണം? 100. ഓക്കെ, ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, 2/5 × 100 വരുമ്പോൾ എന്ത് വരും? 200 ഡിവൈഡഡ് ബൈ 5. 200നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 40 സെന്റിമീറ്റർ. അതായത് നമുക്ക് എത്ര കിട്ടിയപ്പോൾ?
2/5 മീറ്റർ ആണ് ഒരു പീസിന്റെ നീളം. ആ 2/5 മീറ്ററിന് നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 40 സെന്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആ റിബണിന്റെ ലെങ്ത് വരുന്നത്? 2/5 പ്ലസ് 2/5 പ്ലസ് പിന്നെ എന്താണ് മൂന്നാമത്തെ പീസിന്റെ ഹാഫ്. അപ്പോൾ എന്ത് വരും? 1/5 ഈക്വൽ ടു എത്ര വരും? 5/5 ഈക്വൽ ടു എത്ര വരും? 1. കിട്ടിയോ? 1 മീറ്റർ അല്ലേ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പഠിച്ചു അല്ലേ? മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നാലും പ്രോപ്പർ ഫ്രാക്ഷൻ വന്നാലും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എങ്ങനെ ഹരിക്കാം എന്നാണ്. നമുക്ക് നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ, ഫ്രാക്ഷൻ ഡിവിഷൻ. The area of a rectangle is 85 square meter and the length of one of its side is 5 meter. What is the length of other side? എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 85 സ്ക്വയർ മീറ്റർ. ഇതാണ് ഏരിയ തന്നിരിക്കുന്നത്. ഒരു സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം റെക്റ്റാങ്കിളിന് 2 സൈഡാണുള്ളത്, ലെങ്ത് വിഡ്ത്ത് അല്ലേ? ഒരു സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 5 മീറ്റർ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ ടു എത്രയാണ്? 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലെങ്ത് ഓഫ് അതർ സൈഡ്. അപ്പോൾ ലെങ്ത് ഓഫ് അതർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? L ഇൻറ്റു W, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ഏരിയ. അതാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 85 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു സൈഡ് 5 തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 85 ഹരണം 5 എത്ര കിട്ടും? 85നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 മീറ്റർ അല്ലേ? കിട്ടിയോ ഉത്തരം? സിമ്പിൾ അല്ലേ? കാരണം എങ്ങനെയാണ് ഇതിൽ മനസ്സിലാക്കാം? നമുക്ക് ഏരിയ 85 ആണെങ്കിൽ ഒരു സൈഡ് 5 മീറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 17 മീറ്റർ ആണ് ലെങ്ത് ഓഫ് അതർ സൈഡ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 17 മീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്ററും ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? 85 സ്ക്വയർ മീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് സാധാ നോർമൽ ആയിട്ട് നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫ്രാക്ഷൻ രൂപത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം നോക്കാം. നമുക്കൊരു പ്രോബ്ലം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. എ 16 meters റോഡ് ഈസ് കട്ട് ഇൻ ടു, ഇവിടെ 3/4 അല്ല 2/3 meters പീസ്. ഓക്കെ, ഹൗ മെനി പീസസ് ഡു വി ഗെറ്റ്? അതായത് 16 മീറ്റർ ലോങ് ആയിട്ടുള്ളൊരു റോഡ് അവർ 2/3 മീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് പീസസ് കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ലെങ്ത് എഴുതാലോ. നമ്മുടെ കയ്യിൽ എത്ര ലെങ്ത് ഉള്ള റോഡ് ഉണ്ട്? 16 മീറ്റർ ലെങ്ത് ഉള്ള റോഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ലെങ്ത് ഓഫ് വൺ പീസ്, ഒരു പീസിന്റെ ലെങ്ത് എത്രയാണ്? എത്രയാണ് തന്നിരിക്കുന്നത്? 2/3 മീറ്റർ. ഹൗ മെനി പീസസ് ഡു വി ഗെറ്റ്? അപ്പോൾ 2/3 മീറ്റർ വെച്ച് ആ 16 റോഡിനെ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പീസസ് കിട്ടുന്നു? അപ്പോൾ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് പീസസ്. നമ്പർ ഓഫ് പീസസ് എത്ര വരും? എങ്ങനെ കണ്ടുപിടിക്കാം? 16 ഡിവൈഡഡ് ബൈ 2/3 അല്ലേ? എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം? 16. ഈ ഡിവിഷൻ ബൈ ഫ്രാക്ഷൻ ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിവിഷനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? മൾട്ടിപ്ലൈ ഇൻറ്റു 2/3 എന്നുള്ളതിന് റെസിപ്രോക്കൽ. അതായത് ഡിനോമിനേറ്ററിലുള്ള 3നെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. ഈ ന്യൂമറേറ്ററിലുള്ള 2 എങ്ങോട്ട് വരും? ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ എങ്ങനെ വരും? 16 ഇൻറ്റു 3/2 എന്നാവും. അതായത് 2/3യുടെ റെസിപ്രോക്കലാണ് എന്ത്? 3/2. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. 16 ഇൻറ്റു 3/2. 16 ഇൻറ്റു 3 എന്താണ് വരുന്നത്? 48/2. 48/2 എത്രയാണ് ആൻസർ വരുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ? 24 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് പീസസ് കിട്ടും? 24 നമ്പർ ഓഫ് പീസസ് ആണ് നമുക്ക് 16 മീറ്റർ ലോങ് ആയിട്ടുള്ള റോഡിനെ 2/3 മീറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഡിവൈഡ് ചെയ്യുന്നതിനെ മൾട്ടിപ്ലൈ ആക്കി കൺവേർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എഴുതണം. നമ്മുടെ ഫ്രാക്ഷൻ ഫോമിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. ക്ലിയർ ആയോ? നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 12 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ എത്രയാണ്? 12 1/2 സ്ക്വയർ മീറ്റർ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 12 എത്രയാണ്? 24 പ്ലസ് 1 എത്രയാണ്? 25/2 സ്ക്വയർ മീറ്റർ. എഴുതിക്കൂടെ? അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 25/2 സ്ക്വയർ മീറ്റർ.
ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? 3/4. അപ്പം എന്ത് എഴുതാം? ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? 3/4. ഇതിനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണ്ടേ? അപ്പം എങ്ങനെ എഴുതാം? 4 × 3 എത്രയാണ്? 12. 12 + 3 15/4 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഏരിയയും കിട്ടി, ലെങ്ത് ഓഫ് വൺ സൈഡും കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് അറിയാം, അപ്പോൾ അടുത്ത സൈഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് അതർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്താ ചെയ്യുക? ഏരിയ തന്നിട്ടുണ്ട് 25/2 ഹരണം 15/4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 25/2 ഇൻറ്റു എന്ത് ചെയ്യണം? 15/4നെ 15/4ന്റെ റെസിപ്രോക്കൽ, അതായത് തിരിച്ചിടാം. 4/15. ഇനി എന്ത് ചെയ്യാം? 25 × 4 / 2 × 15 എന്ത് വരും? 25 × 4 എത്രയാണ്? 100 / 15 × 2 എത്രയാണ്? 13. എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു 0 കോമൺ ആണ് അല്ലേ? അപ്പോൾ ഒരു 0 കട്ട് ചെയ്ത് കളയാം. 10/3 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 10/3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? മിക്സ്ഡ് ഫ്രാക്ഷനിൽ 3 1/3 സെന്റിമീറ്റർ. അതായത് ഒരു സൈഡിന്റെ ലെങ്ത് 15/4 ആണെങ്കിൽ മറ്റേ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? 3 1/3 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡിവിഷൻ, ഫ്രാക്ഷൻ ഡിവിഷൻ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫ്രം 11 1/2 meter rope, 2 1/2 meter pieces are cut out. How many pieces do we get? What is the length of the remaining piece? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അവിടെ തന്നിരിക്കുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് 11 1/2 മീറ്റർ ആണ്. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്തു? 2 1/2 മീറ്റർ പീസസ് വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീസസ് ഡു വി ഗെറ്റ്? എത്ര പീസസ് നമുക്ക് കിട്ടും എന്ന് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്? അതായത് 2 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പീസസ് കിട്ടും നോക്കണം. റിമൈനിങ് ബാക്കി എത്ര ലെങ്ത് വരും എന്ന് നോക്കണം. നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 11 1/2 മീറ്റർ ആണ്. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് ഓഫ് വൺ പീസ് ഇവർ എത്ര തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് വൺ പീസ് എത്ര വരണം? 2 1/2 വരണം. ഓക്കെ, അതായത് എന്താണ് വരേണ്ടത്? 2 × 2 4, 4 + 1 5, 5/2 മീറ്റർ ആണ് ഒരെണ്ണത്തിന്റെ ലെങ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് 2 പീസസ് എത്ര വരും? 2 പീസസിന്റെ ലെങ്ത് എന്ത് വരും? 5/2 × 2 അല്ലേ? ഒരെണ്ണത്തിന്റെ ലെങ്ത് 5/2 ആണ്. × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10/2. അതായത് എത്ര വരും? 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഒരു 4 പീസസ് എത്ര വരും? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പീസിന്റെ ലെങ്ത് 5/2 × 4 എത്ര കിട്ടും? 5 × 4 20/2 എത്ര കിട്ടും? 20/2 എത്ര കിട്ടും? 10 മീറ്റർ. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 പീസാക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മീറ്റർ കിട്ടും? 10 മീറ്റർ കിട്ടും. നമുക്ക് ആകെ ഉള്ളത് എത്രയാണ്? 11 1/2 അല്ലേ? 11 1/2 ആണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത്. അപ്പോൾ 10 മീറ്റർ ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 1/2 കട്ട് ചെയ്യാനുള്ളൊരു പോർഷൻ അതിലില്ല. അപ്പം നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കണം അല്ലേ? റിമൈനിങ് പീസ്, ലെങ്ത് ഓഫ് റിമൈനിങ് പീസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ലെങ്ത് 11 and 1/2 മൈനസ് എന്ത് ചെയ്യണം? 10 മീറ്റർ നമ്മൾ കട്ട് ചെയ്തു. 4 പീസ് 10 മീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എത്ര വരും ബാക്കി? 1 1/2 മീറ്റർ റിമൈനിങ് പാർട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 1 1/2 മീറ്റർ റോപ്പിനെ 2 1/2 മീറ്റർ വെച്ച് കട്ട് ചെയ്തപ്പോൾ 4 പീസസ് കിട്ടി. ആ 4 പീസസിന്റെ ലെങ്ത് എത്രയായിരുന്നു? 10 മീറ്റർ ആയിരുന്നു. ഇതിൽ ഇനി ബാക്കി വരുന്നത് എത്രയായിരുന്നു? ഈ 11 1/2 നമ്മൾ 10 കളയുമ്പോൾ എത്ര കിട്ടും? 1 1/2 ആണ് നമ്മുടെ റിമൈനിങ് പാർട്ട്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. തെറ്റ് വരാതെ ഡിവിഷൻ ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു അല്ലേ? അതേപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻസ്, പ്രോപ്പർ ഫ്രാക്ഷൻസ് ഇതെല്ലാം പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ പഠിച്ചു. അപ്പോൾ ഇതേപോലെയുള്ള നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് പോലെ തന്നെയുള്ള കുറച്ച് കൂടുതൽ ചോദ്യങ്ങളാണ് മിസ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ എല്ലാ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം മനസ്സിലായിട്ടുണ്ട്, ഈ ചാപ്റ്റർ എടുത്ത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇതുവരെ എടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മിസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.